ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൂവി മാനിഫെസ്റ്റോ. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം സെക്കൻഡ് എപ്പിസോഡ് കാണേണ്ടതാണ്. ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സെരി രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളുടെയും അവസാനം നോർത്ത് കൊറിയയിൽ തന്നെ പെട്ടു നിൽക്കുന്നതും ജോങ് ഹ്യൂക്ക് ചോച്ചൂളുടെ കണ്ണിൽ പെടാണ്ട് സെരീനെ മാറ്റി നിർത്തുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സെരി എത്രത്തോളം സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് വുമൺ ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. സെരിയുടെ തീരുമാനങ്ങളെല്ലാം എപ്പോഴും കറക്റ്റായിരുന്നു. ആ തീരുമാനങ്ങളുടെ ഫലമായി സെരീസ് ചോയ്സ് എന്ന കമ്പനി ഒരു വലിയ വിജയമാക്കി മാറ്റാനായിട്ട് സെരിക്ക് സാധിച്ചു. എപ്പിസോഡിന്റെ അവസാനത്തിൽ ചോച്ചൂള് കാണാതെ ജോങ് ഹ്യൂക്ക് സെരീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് സെരി ജോങ് ഹ്യൂക്കിനെ കാണുമ്പോൾ അവള് വിചാരിക്കുന്നത് എങ്ങനെ ജോങ് ഹ്യൂക്കിനെ കയ്യിലെടുക്കാമെന്നാണ്. സെരിക്ക് നോർത്ത് കൊറിയയിൽ ആകെ അറിയാവുന്ന ഒരാള് ജോങ് ഹ്യൂക്കാണ്. ഇവൻ സഹായിക്കുകയാണെങ്കിൽ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത സെരി മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ജോങ് ഹ്യൂക്ക് ചിന്തിക്കുന്നതാകട്ടെ, ഇവള് ഇവിടെ വന്നേ പിന്നെ എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് ജോങ് ഹ്യൂക്കും ടീമും. പെർമിഷൻ ഇല്ലാതെ നോർത്ത് കൊറിയയിൽ വന്നിട്ടുള്ള സൗത്ത് കൊറിയക്കാരെയാണ് സെരി. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ സെരീനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതിനിവർക്ക് സാധിച്ചില്ല. എന്താ ചെയ്യുക, ഇവളെ അങ്ങ് ആരും അറിയാണ്ട് തട്ടിക്കളഞ്ഞാലോ എന്ന് വരെ ജോങ് ഹ്യൂക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മറിച്ച് സെരിയെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട്, നീ ആദ്യം ഡീമിലിറ്ററൈസ്ഡ് സോണിൽ കടന്നു, ഇപ്പോൾ മിലിറ്ററി ഹൗസിംഗ് ഏരിയയിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ഇത്രയൊക്കെ പോരെ നിന്നെ ഒരു സ്പൈ ആണെന്ന് പറയാൻ? ഇതിന് മറുപടിയായിട്ട് സെരി പറയുന്നുണ്ട്, ഞാൻ സ്പൈ ഒന്നുമല്ല, സൗത്തിൽ ഞാൻ വളരെ ഫേമസ് ആണ്. നിങ്ങൾ എന്നെ കുറിച്ച് സെർച്ച് ചെയ്ത് ഞെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും എന്നെ കുറിച്ച് പറയാത്തത്. എന്നെ കാണാതായിരിക്കുന്നത് അറിഞ്ഞ് രാജ്യം തന്നെ ഇപ്പോൾ തലക്കീഴായി മറിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വിഷയമായി മാറാൻ പോലും സാധ്യതയുണ്ട്. ഒരു യുദ്ധം വരെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സെരീനെ കാണുമ്പോൾ ചിസു പേടിക്കുന്നുണ്ട്. ചിസു സെരീനോട് പറയുന്നുണ്ട്, നീ ഒരു സൗത്ത് കൊറിയൻ സ്പൈ ആണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, കൊന്നേതെങ്കിലും കായലിൽ തള്ളും എന്നൊക്കെ. സെരീനെ മുന്നേ ഷൂട്ട് ചെയ്യാൻ പോയത് ചിസു ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശരിക്കും അവനെ കണ്ടുകൂടാ. ഇവർ രണ്ടുപേരും കീരിയും പാമ്പിനെയും പോലെ ഫുൾ കോമഡിയാണ് പല സമയം. ഈ സമയത്ത് ജോങ് ഹ്യൂക്കിന്റെ ബാക്കി ടീം മെമ്പേഴ്സ് വരുന്നുണ്ട്. സെരി എല്ലാവരോടും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, എന്നെ എവിടെ നിന്നാണോ കണ്ടത് അവിടെ തന്നെ കൊണ്ടുവിട്ടാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പോയിക്കോളാം എന്ന്. അപ്പോൾ ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ 2 മാസമായിട്ട് ഔട്ട് പോസ്റ്റിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് കമ്പികളിലെല്ലാം ചുഴലിക്കാറ്റ് വന്ന നാശനഷ്ടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കറണ്ട് ഇല്ലാതിരുന്നത്. ഇപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി ആ വഴി ഒട്ടും സാധ്യമായിട്ട് അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർ പോകുന്ന സമയത്ത് സെരീനോട് വീട്ടിൽ ആരും അറിയാതെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം ജോങ് ഹ്യൂക്കിന്റെ വീട്ടിലുള്ള ഫോണിൽ നിന്ന് 5 അമർത്തി വിളിക്കുകയാണെങ്കിൽ ജോങ് ഹ്യൂക്കിന്റെ ഓഫീസിലെ നമ്പറിലേക്ക് കണക്ട് ആവും. അങ്ങനെയെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ജോങ് ഹ്യൂക്ക് പോകുന്നത്. ശരിയാണെങ്കിൽ ജോങ് ഹ്യൂക്ക് പോയതിനു ശേഷം സോപ്പ് എവിടെയായിരിക്കുന്നേ, ബോഡി വാഷ് എവിടെയാ, അരോമ കാൻഡിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത് ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ജോങ് ഹ്യൂക്കിന് വേറൊരു കോളും കൂടി. അയാൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഉണ്ടായ ആക്സിഡന്റിൽ മരിച്ചത് ജോങ് ഹ്യൂക്ക് പിടിച്ച കള്ളന്മാരാണെന്ന്. ഇതുപോലുള്ള ട്രക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡന്റ് ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇതിലെന്തോ അസ്വാഭാവികത ഉള്ളതായി അവർക്ക് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോങ് ഹ്യൂക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടത്തെ ഓഫീസറുടെ ഒപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരോട് ഈ ട്രക്കിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളെല്ലാം സൂചിപ്പിക്കുമ്പോൾ അത്ര സന്തോഷത്തിലല്ലെങ്കിലും പ്യോങ്യാങ്ങിലുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചോളൂ, വിളിച്ചു പറയാം അങ്ങോട്ട് എന്നാണ് ചോദിച്ചോൾ പറഞ്ഞയക്കുന്നത്. ജോങ് ഹ്യൂക്ക് പോയതിനു ശേഷമുള്ള അവരുടെ കോൺവെർസേഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഓഫീസറും ചോച്ചിയോളും ഒരുമിച്ചാണ് സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് സാധനങ്ങൾ മാത്രമല്ല മറിച്ച് ആളുകളെയും സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടോ അതോ മറ്റേതെങ്കിലും കാരണങ്ങളാൽ സ്വന്തം രാജ്യത്തു നിന്നോ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നോ മാറി നിൽക്കാനോ ഒളിച്ചു താമസിക്കാനോ ആഗ്രഹിക്കുന്നവരെ നോർത്ത് കൊറിയയിൽ ഒളിച്ചു താമസിക്കാൻ ഇവർ സഹായിക്കുന്നുണ്ട്. ഇവരടുത്തതായി ഇതുപോലെ സഹായിക്കാൻ പോകുന്ന ആളാണ് സെങ്ജുൻ. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിരുന്നില്ലേ,
പിന്നീട് കാണിക്കുന്നത് സെരി കുളി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവിടുത്തെ കറന്റ് പോകുന്നുണ്ട്. എന്തോ ഒച്ച കേട്ട് ഭയപ്പെടുന്ന സെരി ജോങ് ഹ്യൂക്കിനെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. ആ സമയത്ത് ആരോ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി പേടിക്കുന്ന സെരി ഒരു പൂച്ചട്ടി എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ അത് ജോങ് ഹ്യൂക്ക് തന്നെ. സെരി വല്ലാതെ പേടിച്ചു പോയിരുന്നു. അപ്പൊ ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട് അവൻ അവൾക്ക് ക്യാൻഡിൽ മേടിക്കാൻ പോയ ജോങ് ഹ്യൂക്കിനോട് ബുദ്ധിമുട്ടിച്ചതിനെല്ലാം സോറി പറയുന്നുണ്ട്. സെരി ആകെ വിഷമത്തിലാണ്. നോർത്ത് കൊറിയയിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും ഒരു വല്ലാത്ത പേടിയാണ് സെരിക്കിപ്പോൾ ഉള്ളത്. പിന്നീട് കാണിക്കുന്നത് അവരുടെ കോളനിയിലെ സ്ത്രീകളെയാണ്. അവരെല്ലാവരും കൂടി കേണലിന്റെ വൈഫിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താക്കന്മാർക്ക് പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ കേണൽ മനസ്സ് വെക്കണം. കേണൽ മനസ്സ് വെക്കണമെങ്കിൽ വൈഫിനെ സോപ്പിട്ടാൽ മതിയല്ലോ. അതിനുശേഷം നമുക്ക് കാണാം സെരി ജോങ് ഹ്യോക്കിനോട് അവളുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ താഴ്ന്നിട്ടുണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും അവളുടെ വിഷമം അതാണ്. ജീവനോടെ തിരിച്ചെത്തുമോന്ന് പോലും ഉറപ്പില്ലാത്ത സമയത്താണ് ഈ സ്റ്റോക്ക് പ്രൈസിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണമെന്ന് ആലോചിക്കണം. ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട് ജോലിയുടെ ആവശ്യത്തിനായിട്ട് നാളെ അവൻ പ്യോങ്യാങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ സെരി ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവൻ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും പ്രശ്നമില്ല, അവന്റെ ടീംമേറ്റ്സ് എല്ലാം വേണ്ട പോലെ നോക്കി ചെയ്തോളും എന്നും പറയുന്നുണ്ട്.